കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളുടെ പ്രത്യാശയുടെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അത്രേ. നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 46:1. ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എബ്രായർ 6:11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ അവരുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്കു പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതും ആകുന്നു. ദൈവജനത്തിന് വളരെ ആവശ്യമായൊരു കാര്യമാണ് ദൈവത്തിൽ ഉള്ള പ്രത്യാശ. ഇരുളേറിയ ചില സമയങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ദൈവിക വെളിച്ചം കാണുവാൻ ഇടയാകും. നാം പലപ്പോഴും പലതിലും നിരാശപ്പെട്ടു പോയാൽ ദൈവത്തിൽ ഉള്ള പ്രത്യാശ നമുക്ക് പ്രചോദനം നൽകും. ആരും നമ്മെ സഹായിപ്പാനില്ലെങ്കിൽ, നമ്മളുടെ കൊടുങ്കാറ്റിൽ, നമ്മുടെ പരിശോധനയിൽ ആരും നമ്മെ സഹായിക്കാൻ ഇല്ലാത്ത സമയത്ത് ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ശക്തി പ്രാപിക്കും. ദൈവത്തിൽ അവർ സഹായം കണ്ടെത്തും. നാം പരാജയപ്പെട്ടു പോയേക്കാം എന്നുള്ള ഇടങ്ങളിൽ ഒക്കെയും നാം ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ നാം ജയത്തിലേക്ക് കാൽവെപ്പാൻ ഇടയാകും. ദാവീദ് പറഞ്ഞു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമുക്ക് സങ്കേതമായിരിക്കുന്നു, നമുക്ക് ബലം ആയിരിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവ പൈതലിന് നിർഭയമായി വസിക്കുവാൻ ഇടയാകും. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, ദൈവം നമ്മുടെ ബലമാകുന്നു. അവൻ കഷ്ടകാലത്തിൽ നമുക്ക് ഒരു അഭയസ്ഥാനം തന്നെ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മനുഷ്യർ വേറെ ഒരു സങ്കേതത്തിലേക്ക് മാറി താമസിക്കാറുണ്ട്. അവർക്ക് അപകടം സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ള ചില സങ്കേതങ്ങളിൽ. അപ്പോൾ പല സ്ഥലങ്ങളും വെള്ളം പൊങ്ങി വീടുകളൊക്കെയും വെള്ളം കൊണ്ട് നിറഞ്ഞ് ആർക്കും അതിൽ താമസിപ്പാൻ സാധ്യമല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ജനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാറുണ്ട്. അവർ മറ്റൊരു സങ്കേതത്തിലേക്ക് മാറി താമസിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളിൽ, ശോധനകളിൽ നമുക്ക് ഒരു സങ്കേതം ആവശ്യമാണ്. ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നു,
ദൈവം നമുക്ക് സങ്കേതവും ബലവും അത്രേ എന്ന്. നാം പ്രത്യാശയിൽ ജീവിക്കുവാൻ തീരുമാനിച്ചാൽ, ദൈവത്തിലുള്ള പ്രത്യാശയിൽ നാം അഭയം പ്രാപിച്ചാൽ, എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാണ്. ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ, ദൈവം വിളിച്ച വിളി നിറവേറ്റുവാൻ എല്ലാം നാം ശക്തരാകും. ദൈവം നമ്മുടെ സങ്കേതവും ബലവും. അവൻ നമുക്ക് ഉറപ്പുള്ള ഒരു കോട്ടയും അത്രേ. അവൻ്റെ ശക്തിയെ നാം ആശ്രയിക്കുന്നവരാണ്. നാം ബലഹീനരെന്ന് നമുക്ക് തോന്നിയാൽ, കർത്താവ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് അവനിൽ ബലം പ്രാപിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രതിസന്ധികളുടെ എല്ലാം മധ്യത്തിൽ നാം കർത്താവിലേക്ക് ഓടിച്ചെന്ന് നമുക്ക് അഭയം പ്രാപിക്കാം. അവൻ നമുക്ക് ബലമുള്ള ഒരു സങ്കേതമത്രേ. അവൻ നമുക്ക് ശക്തിയുടെ ഉറവിടമത്രേ, പ്രത്യാശയുടെ ഉറവിടമത്രേ. എങ്ങനെ നമുക്ക് പ്രത്യാശയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും? കർത്താവായ യേശുക്രിസ്തു അത്രേ ആ ശക്തിയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഉറവിടം. ദൈവത്തിൽ പ്രത്യാശ ഉള്ളവർ അവർ നിരാശപ്പെട്ടു പോകുകയില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ അവർ ജീവിക്കില്ല. അവർ പ്രത്യാശയോടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി ധീരതയോടെ ജീവിതത്തെ നേരിടുന്നവരത്രേ. ഒരിക്കൽ ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർ ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. അവർ ചെന്നതിൻ്റെ ഉദ്ദേശം പല തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉള്ള വ്യക്തികളെ നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് അവരുടെ സ്വഭാവവും രീതിയും ഒക്കെ ഒന്ന് പഠിക്കുവാൻ വേണ്ടി. അവിടെയുള്ള പല മാനസിക രോഗികളെയും ഈ വിദ്യാർത്ഥികൾ പരിചയപ്പെടുവാൻ ഇടയായി. അതിൽ ചെറുപ്പക്കാരനായ ഒരു രോഗി വന്ന് അവനെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. അവൻ്റെ പേര് കാർട്ടർ എന്നായിരുന്നു. അവൻ തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ നോ ഹോപ്പ് കാർട്ടർ എന്നാണ് പറഞ്ഞത്. പ്രത്യാശയില്ലാത്ത കാർട്ടർ. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ചെറുപ്പക്കാരനായ രോഗി ഇങ്ങനെ സംസാരിച്ചത്? തനിക്ക് വളരെ മാരകമായ ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു. അത് തൻ്റെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നു. സാവധാനം തൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അത് തകരാറിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അധികം താമസിക്കാതെ ഈ ചെറുപ്പക്കാരൻ്റെ ഓർമ്മ ഇല്ലാതെയാകുവാൻ സാധ്യതയുണ്ട്. തൻ്റെ ഓർമ്മ പരിപൂർണമായി ഇല്ലാതെയാകുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: നിനക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയില്ല. ഈ രോഗം ബാധിച്ച് ആരും ഇന്ന് വരെയും സൗഖ്യം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് നീ മരിക്കും. ഈ ചെറുപ്പക്കാരൻ നിരാശയോടെ ആ ഡോക്ടർമാരോട് കേണപേക്ഷിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ രക്ഷിക്കുവാൻ ചെയ്യുവാൻ സാധിക്കുമോ? അവൻ വളരെ നിരാശനായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇല്ല, ഒരു ആശയ്ക്കും പ്രത്യാശയ്ക്കും വകയില്ല. നിന്നെപ്പോലെയുള്ളവരെല്ലാവരും മരിച്ചിട്ടുണ്ട്. നീ കുറച്ച് നാൾ കൂടെ ഇങ്ങനെ ജീവിക്കും. അതിനുശേഷം നിന്റെ ഓർമ്മശക്തി എല്ലാം നിനക്ക് നഷ്ടപ്പെട്ട് നിന്റെ തലച്ചോറിനൊക്കെ തകരാറിലായി നീ മരിച്ചു പോകും. ഈ ചെറുപ്പക്കാരൻ വളരെ വേദനിച്ചു. അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ നോ ഹോപ്പ് കാർട്ടറാണ്. പ്രതീക്ഷയില്ല, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത കാർട്ടർ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് തന്നെ തന്നെ അങ്ങനെ പരിചയപ്പെടുത്തുവാൻ ഇടയായത്. ഈ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടെല്ലാം അവന് ലഭിച്ചതിന് ശേഷം പെട്ടെന്ന് അവൻ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായി. ആ ഡോക്ടേഴ്സിൻ്റെ വാർത്ത അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു.
അതവൻ്റെ രോഗം മൂർച്ഛിക്കുവാൻ ഇടയായി. പെട്ടെന്ന് അവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെടുവാൻ തുടങ്ങി. 2 ആഴ്ചകൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. മരിച്ചു പോകുന്നതിന് മുമ്പ് 2 ആഴ്ചക്കാലം തൻ്റെ കൊച്ചുമുറിയിൽ അവൻ പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 2 ആഴ്ചക്കാലം ഇവൻ ഈ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓർമ്മശക്തി മുഴുവൻ നശിച്ചുപോയി. പക്ഷെ അവൻ നടന്നത് 2 വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ്. നോ ഹോപ്പ്, നോ ഹോപ്പ്. പ്രത്യാശയില്ല, പ്രത്യാശയില്ല. അവൻ്റെ ഓർമ്മശക്തി മുഴുവൻ നശിച്ചിട്ടും ആ നിരാശയുടെ വാക്കുകൾ അവനിൽ തങ്ങി നിന്നു. അവൻ മരിക്കുന്ന നിമിഷം വരെയും ഈ 2 വാക്കുകൾ അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രത്യാശയില്ല, പ്രത്യാശ ഇല്ല എന്ന്. ഈ ചെറുപ്പക്കാരനോട് പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ ആരും ഇല്ലായിരുന്നു. അവൻ കേട്ടത് നിരാശയുടെ വാക്കുകൾ മാത്രം. അതവനെ എത്രയും വേഗം മരണത്തിലേക്ക് നടക്കുവാൻ ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാം പ്രത്യാശയുടെ വാക്കുകളാണോ അതോ നിരാശയുടെ വാക്കുകളാണോ നാം സംസാരിക്കുന്നത്? ആരെങ്കിലും വന്ന് അവരുടെ പ്രശ്നം നമ്മോട് പറയുമ്പോൾ, അവർ കടന്നു പോകുന്ന അവരുടെ അവസ്ഥ നമ്മോട് പറയുമ്പോൾ നാം പ്രത്യാശയുടെ വാക്കുകൾ അവരോട് സംസാരിക്കാറുണ്ടോ? നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമായ യേശു ക്രിസ്തു, അവൻ നമുക്കായി ജീവിക്കുന്നു. അവനിൽ മറഞ്ഞിരിക്കുന്ന നാം പ്രത്യാശയുള്ളവരായിരിക്കണം. നാം മറ്റുള്ളവരോട് പറയുന്നത് പ്രത്യാശയുടെ വാക്കുകൾ ആയിരിക്കണം. നാം നിരാശയുടെ വാക്കുകൾ സംസാരിക്കരുത്. പ്രത്യാശയുടെ വാക്കുകൾ അത് ബലപ്പെടുത്തുന്നതാണ്. അത് ജയത്തിലേക്ക് വഴി നടത്തുന്നതത്രേ. ദൈവത്തിലുള്ള പ്രത്യാശയത്രേ ദൈവജനത്തിൻ്റെ ജയത്തിൻ്റെ രഹസ്യം. അതാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതും ഒക്കെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ നാം ശക്തിപ്പെടണം. അവൻ്റെ പ്രത്യാശയിൽ, കൃപയിൽ നാം വർദ്ധിച്ചു വരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശയുടെയും ശക്തിയുടെയും ഒക്കെ ഉറവിടമാണെന്ന് നാം അറിയുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിലുള്ള പ്രത്യാശ വളരെ ശക്തികരമായ, വളരെ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും. സങ്കീർത്തനങ്ങൾ 46:1 ദാവീദ് പറഞ്ഞിരിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എന്തിന് ഭയപ്പെടണം? നാം എന്തിന് നിരാശപ്പെടണം? നാം എന്തിന് തകരണം? ദൈവം നമുക്ക് സങ്കേതവും ബലവും അത്രേ. അവൻ കഷ്ടകാലത്ത് നമുക്ക് ഏറ്റവും അടുത്ത തുണയത്രേ. നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങളോട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞേക്കാം, ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞേക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അത് കേട്ട് നിങ്ങൾ നിരാശരായി പോകരുത്. നമുക്ക് ചുറ്റും ധാരാളം കാണാം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ശാപത്തിൻ്റെ വാക്കുകൾ പറയും. അത് ഒരിക്കലും അരുത്. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരോട് ജയത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ അത്രേ പറയേണ്ടത്. അവർ ചിലപ്പോൾ പഠിത്തത്തിൽ അല്പം മോശമായേക്കാം. അവർ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ വന്നില്ലെന്ന് വരാം. അപ്പോഴെല്ലാം നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അത്രേ ആ കുഞ്ഞുങ്ങളോട് പറയേണ്ടത്. സദൃശവാക്യങ്ങൾ 18:21 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ദൈവജനങ്ങളായ നാം ജീവന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നവരത്രേ. എൻ്റെ ജീവിതത്തിൽ പലരും എന്നോട് നിരാശയുടെ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്.
താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാർക്കൊക്കെ ഇന്ന രീതിയിൽ ആയിത്തീരാം, നിനക്കത് ആകാൻ പറ്റില്ല, ഇന്ന കാരണം കൊണ്ട് നിനക്കത് ആകാൻ പറ്റുകയില്ല. ഇതുപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം കേട്ടത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോഴെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നവനാണെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പല സമയങ്ങളിലും വിഷമത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ അങ്ങനെയൊന്നും ആയി പോകല്ലേ, എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നൊക്കെ ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഒന്നും ദൈവത്തിന് ഒരു വിഷയമല്ല, നാം ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ. ആവർത്തന പുസ്തകം 28:13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച ഒരു ജീവിതം നയിച്ചാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. മനുഷ്യരെല്ലാം കുറവുകളുള്ളവരാണ്. നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർ, കർത്താവ് യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവ പൈതൽ താഴ്ച പ്രാപിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ദൈവത്തിന് ഒരു വിഷയമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ നാട്ടുകാർ പറയുന്നതൊന്നും ദൈവത്തിന് വിഷയമല്ല. സാഹചര്യങ്ങൾക്കൊക്കെ ഉപരിയായി എന്നെയും നിങ്ങളെയും കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് പ്രത്യാശയുടെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തു. മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേട്ട് നാം തളർന്നു പോകേണ്ടവരല്ല. പ്രത്യാശയോടെ ധൈര്യത്തോടെ നാം ദൈവസന്നിധിയിൽ മുന്നേറേണ്ടവരത്രേ. ഒരിക്കൽ ഞാൻ ഒരു പ്രസംഗം കേട്ടു. ഒരു സുവിശേഷകയായ സ്ത്രീ പ്രസംഗിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ദൈവവേലയിലായിരിക്കുന്നു. അവർക്കൊരു മകനുണ്ടായി. അവൻ ഓട്ടിസ്റ്റിക് കുഞ്ഞാണ്. അവന് ചില വൈകല്യങ്ങളുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അവന് പഠിക്കുവാൻ സാധിച്ചില്ല. ഈ ദൈവവേലക്കാരായ രണ്ടുപേരും എന്നും ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഈ കുഞ്ഞിനോട് ഇപ്രകാരം പറഞ്ഞു: ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. എന്നും വൈകിട്ട് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് ഈ മാതാപിതാക്കൾ കൈപൊക്കി പ്രാർത്ഥിച്ചിട്ടാണ് അവർ തങ്ങളുടെ മുറിയിലേക്ക് ഉറങ്ങുവാൻ പോയത്. വർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചു. അവർ തളർന്നു പോകാതെ പ്രാർത്ഥിച്ചു. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ വീട്ടിൽ വന്ന എല്ലാ ദൈവ മക്കളോടും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിലെനിക്ക് നാണക്കേടൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞ് കേട്ടു വളർന്നത് പ്രത്യാശയുടെ വാക്കുകളായിരുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുഞ്ഞ് തൻ്റെ ക്ലാസ്സിൽ ഒന്നാമനായി മാറി. ചില വർഷങ്ങൾക്ക് ശേഷം അവർ ആയിരിക്കുന്ന സഭ ഒരു വലിയ ചേർച്ചിൻ്റെ ഭാഗമായിരുന്നു ആ രണ്ടുപേരും, ആ മാതാപിതാക്കൾ.
ആ സഭയുടെ യൂത്ത് മിനിസ്ട്രിയുടെ ലീഡർഷിപ്പിൽ ആ കുഞ്ഞ് എത്തിച്ചേരുവാൻ ഇടയായി. ആ മാതാപിതാക്കളുടെ പ്രത്യാശയുടെ വാക്കുകൾ, ജയത്തിൻ്റെ വാക്കുകൾ. മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യാശയുടെ വാക്കുകൾ, ജയത്തിൻ്റെ വാക്കുകൾ, ജീവൻ്റെ വാക്കുകൾ അത്രേ അവരോട് സംസാരിക്കേണ്ടത്. ആ കുഞ്ഞുങ്ങൾക്ക് പല കുറവുകളും കണ്ടേക്കാം. അവരെ ജയത്തിലേക്ക് നടത്തുവാൻ, അവരെ നല്ല വഴിയിലേക്ക് നടത്തുവാൻ നിങ്ങളുടെ വാക്കുകൾ ഇടയാക്കട്ടെ. പ്രത്യാശയില്ലെങ്കിൽ നാം നശിച്ചു പോകും. പ്രത്യാശയില്ലായ്മ നാശത്തിലേക്ക് നമ്മെ വഴി നടത്തും. നാം പ്രത്യാശയുള്ളവരായി ജീവിക്കണം. ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രത്യാശ ഉളവാക്കുന്നത്. എബ്രായർ 6:13, 14, 15 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. പ്രായം കടന്നുപോയി. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ മക്കളെ മണൽത്തരികൾ പോലെ വലുതാക്കും, എണ്ണുവാൻ കഴിയാത്ത രീതിയിൽ അവരെ നക്ഷത്രങ്ങളെപ്പോലെ പെരുപ്പിക്കും. ആശയ്ക്ക് യാതൊരു വകയുമില്ലാത്ത അബ്രഹാം വളരെ വൃദ്ധനായിരിക്കുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം അബ്രഹാം പ്രാപിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിക്കായി കണക്കിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എല്ലാം ചിലപ്പോൾ അനുകൂലമായി എന്ന് വരികയില്ല. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാനും ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കുമോ? അത് പ്രത്യാശയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. പ്രത്യാശ ദൈവത്തിൽ നിന്ന് വരുന്നു. അവൻ നമുക്കായി മരിച്ചു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് പ്രത്യാശയുണ്ടാകുവാൻ, നമുക്ക് ജീവനുണ്ടാകുവാൻ നമുക്കായി മരിച്ചു. അവസാന തുള്ളി രക്തം പോലും നമുക്കായി ചീന്തി. എബ്രായർ 6:11-12 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരും. നാം വിശ്വാസം ഉള്ളവരായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ 10:10 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവൻ ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു, നമുക്ക് ജീവനുണ്ടാകുവാൻ, ധാരാളമായി ഉണ്ടാകുവാൻ. ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്നു. അവൻ പ്രത്യാശയുടെ ഉറവിടമാണ്. നമുക്കെങ്ങനെ പ്രത്യാശയെ വർദ്ധിപ്പിക്കാം? നമുക്കെങ്ങനെ പ്രത്യാശയുള്ളവരായി ജീവിക്കാം? വിശ്വാസം പ്രത്യാശയെ ഉളവാക്കുന്നു. വിശ്വാസം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ എങ്ങനെ നാം പ്രത്യാശയിൽ ജീവിക്കാമെന്നും ദൈവത്തിൽ ആഴമായ വിശ്വാസം ലഭിച്ച് വിജയകരമായി ജീവിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും ഒരു ദൈവപൈതന്റെ ജീവിതത്തിൻ്റെ ഭാഗം ആയിരിക്കണം. ദൈവത്തോടുകൂടി എന്നും അല്പസമയം ചിലവഴിക്കുന്നത് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. കർത്താവായ യേശു നമുക്ക് പ്രത്യാശയുടെ ഉറവിടമത്രേ. വിശ്വാസം പ്രത്യാശയെ ഉളവാക്കുന്നു.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അത്രേ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ വന്നിട്ടില്ല എങ്കിൽ ഇന്ന് ഞാൻ താഴ്മയോടെ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ക്രിസ്തുവേശുവിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. വിശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് ധാരാളമായി പ്രത്യാശയെ നൽകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യാശയുടെ ഉറവിടമായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കാറ്റിലും കോളിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലുമെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ജയത്തിലേക്ക് നടക്കുവാൻ, ഞങ്ങൾ ജയം പ്രാപിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് സങ്കേതവും ബലവും കഷ്ടകാലത്ത് സഹായവുമായിരിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വെച്ച് മുന്നേറുന്നു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കട്ടെ. പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ദിവ്യ പ്രത്യാശയാൽ അവർ നിറയട്ടെ. അവർ വചനം പഠിച്ച് വിശ്വാസത്തിൽ മുന്നേറി ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് അവർ ഉടമകളാകട്ടെ. സകലമാനവും മഹത്വം എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ.